പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണ ശുപാർശയാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. 2018 പ്രളയബാധിതർ എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ, അതിൽ ഭവനരഹിതരായവർക്ക് പ്രളയത്തിൽ തകർന്ന വീടുകൾ അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പുനർജനി പദ്ധതിയുമായി വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഇപ്പോൾ ഷഫീദ് റാവുത്തറും ആർ ശ്രീജിത്തും തുടരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് 2020 നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വന്നതാണ്. അന്ന് വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിനെ വെല്ലുവിളിച്ചതുമാണ്. തുടർന്ന് വിജിലൻസ് അന്വേഷണം വരുന്നു. ഇപ്പോൾ വിജിലൻസ് ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ്. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് CBI അന്വേഷണം എന്ന ശുപാർശ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജിലൻസ് അന്വേഷണമായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇതാ CBI അന്വേഷണ ശുപാർശ. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്വേഷണം തുടങ്ങിയ വിജിലൻസ് ഇപ്പോൾ CBI അന്വേഷണ ശുപാർശയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ശുപാർശ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം വി.ഡി. സതീശൻ നടത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരനായ കാതിക്കുടം ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിരുന്ന ജെയ്സൺ പാനിക്കുളങ്ങര നേരത്തെ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് വ്യക്തിപരമായി ഈ നിലയിൽ സംഭാവന സ്വീകരിക്കാൻ വി.ഡി. സതീശന് കഴിയില്ല. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തിനൊപ്പം ഷാഫി പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. സുർജിത്തിലേക്ക്. ദിലീപ് കുമാർ, ഞാനിപ്പോൾ ക്യാമ്പിനകത്താണ്. ക്യാമ്പിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഒരു CBI അന്വേഷണത്തിലേക്ക് ശുപാർശ എന്നുള്ള തരത്തിലേക്ക് മാറുന്നു. പഴയ കാര്യമാണെന്നേ. നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഹോം സെക്രട്ടറി പരിശോധിച്ചു, വിജിലൻസിന്റെ ഡയറക്ടർ പരിശോധിച്ചു, അതിന് നിലനിൽപ്പില്ല, ആയുസ്സുണ്ടാവില്ല, അത് മുന്നോട്ട് പോകില്ല എന്ന് അറിഞ്ഞിട്ട് മൂടി വെക്കപ്പെട്ട ഒരു സാധനത്തെ ഇപ്പോൾ ഒരു എലക്ഷൻ സ്റ്റണ്ടായി ഈ തെരഞ്ഞെടുപ്പിന്റെ തലേസെടുത്ത് പുറത്തു വിടുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ പാപ്പരത്വമാണ്. അവർക്ക് മറ്റൊന്നും ജനങ്ങളോട് പറയാനില്ലാത്തതുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡെസ്പറേഷനാണ്. ഭരണം കയ്യിൽ നിന്ന് പോവുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ ഉള്ള ഒരു പാനിക്കായിട്ടുള്ള പെരുമാറ്റം. ഇതിപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വർഷം മുമ്പാണ് ശുപാർശ സമർപ്പിച്ചത്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ വെച്ചുകൊണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഇത്ര കാലം വെച്ചുകൊണ്ടിരിക്കും. ഒരു വർഷം മുമ്പ് സമർപ്പിക്കപ്പെട്ട ശുപാർശ അവർ പരിശോധിച്ചിട്ട് അതിനകത്ത് നിലനിൽപ്പില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി മൂടി വെച്ച ഒരു സാധനത്തെ ഭരണം ക്ലോഷറിലേക്ക് എത്തുമ്പോൾ നേരത്തെ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്തിട്ട് നോക്കുന്നതാണ്. അതൊരു ഡെസ്പറേഷനാണ്. ഇതിൽ നിന്ന് പോവുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലുണ്ടാകുന്ന ഒരു പാനിക്കിങ്ങാണ്. അത് കാര്യമില്ല. ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.